ഓം നമോ ഭഗവതേ വാസുദേവായ. പ്രിയ സജ്ജനങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ സത്സംഗവേദിയിൽ ശ്രീമദ് ഭഗവത്ഗീതയിലെ 9 അധ്യായങ്ങൾ പൂർത്തിയാക്കി. ഇന്ന് നമുക്ക് 10ാമത്തെ അധ്യായത്തിലേക്ക് കടക്കാം. ഈ അധ്യായത്തിൻ്റെ പേര് വിഭൂതിയോഗം എന്നാണ്. ഭഗവാന്റെ വിഭൂതികളെപ്പറ്റി, ഭഗവാന്റെ ഗുണഗണങ്ങളെപ്പറ്റിയാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. വിഭൂതിയോഗത്തിലെ 1ാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം. ശ്രീ ഭഗവാനുവാച ഭൂയ ഏവ മഹാബാഹോ ശൃണു മേ പരമം വച യത്തേഹം പ്രിയമാണായ വക്ഷ്യാമി ഹിതകാമ്യയാ. ശ്രീ ഭഗവാൻ ഉവാച, ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു. മഹാബാഹോ, ബലവാനായവനെ, മേ, എൻ്റെ, പരമം വചഃ, പരമമായ അതിശ്രേഷ്ഠമായ വാക്കുകൾ, ഭൂയയേവ, വീണ്ടും വീണ്ടും, ശൃണു, നീ കേട്ടാലും, പ്രിയമാണായ, പ്രിയപ്പെട്ടവനായ, തേ, നിൻ്റെ, ഹിതകാമ്യയ, ഹിതം ആഗ്രഹിച്ച്, യത് അഹം വക്ഷ്യാമി, അത് ഞാൻ പറഞ്ഞു തരാം. അല്ലയോ ശക്തിമാനായവനെ, ബലവാനായവനെ, എൻ്റെ അതിശ്രേഷ്ഠമായ വാക്കുകൾ നീ കേട്ടാലും, വീണ്ടും വീണ്ടും കേട്ടാലും, പ്രിയപ്പെട്ടവനായ നിൻ്റെ ഹിതം ആഗ്രഹിച്ച് അത് ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഭഗവാൻ പറയുകയാണ്, അല്ലയോ വീരനും ബലവാനുമായ അർജുന, എനിക്ക് പ്രിയപ്പെട്ടവനായ നിൻ്റെ നന്മയ്ക്കായി വീണ്ടും ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ശ്രേഷ്ഠമായ ആ കാര്യങ്ങളെ നീ കേട്ടാലും. ഭഗവാന്റെ വിഭൂതികളെ പറ്റിയാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഭഗവാൻ എന്ന വാക്കിൻ്റെ നിർവചനം വിഭൂതികൾ 6 തികഞ്ഞവൻ എന്നാണ്. 6 ഭഗങ്ങളുള്ളവൻ, അഥവാ 6 വിഭൂതികളുള്ളവൻ, 6 തരം ഐശ്വര്യങ്ങളുള്ളവൻ എന്നാണ് ഭഗവാൻ എന്ന വാക്കിൻ്റെ അർത്ഥം. ബലം, കീർത്തി, ധനം, അതായത് സമ്പത്ത്, ജ്ഞാനം, സൗന്ദര്യം, ത്യാഗം, ഇങ്ങനെയൊക്കെയാണ് ഈ 6 വിഭൂതികൾ അഥവാ ഐശ്വര്യങ്ങൾ. അടുത്ത ശ്ലോകം മുതൽ ഭഗവാൻ അതേപ്പറ്റി കൂടുതൽ വിശദീകരിക്കുന്നുണ്ട്. അർജുനൻ ഭഗവാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുന്നു എന്ന് മനസ്സിലാക്കി ഭഗവാൻ അവൻ തനിക്ക് പ്രിയമുള്ളവനാണ് എന്ന് പറയുന്നു. ശിഷ്യന് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഗുരുവിന് എപ്പോഴും പ്രിയപ്പെട്ടവനായിരിക്കും. കൂടുതൽ അറിവുകൾ പകർന്ന് നൽകുകയും ചെയ്യും. ഇവിടെ അർജുനൻ ശ്രദ്ധാപൂർവം ഭഗവാന്റെ വാക്കുകളെ ശ്രവിക്കുന്നു എന്ന് മനസ്സിലാക്കി ഭഗവാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. തൻ്റെ ജിജ്ഞാസുവായ ശിഷ്യന് വീണ്ടും ചില ശ്രേഷ്ഠമായ തത്വങ്ങൾ പകർന്നു നൽകാം എന്നാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നത്. നമുക്ക് അടുത്ത ഒരു ശ്ലോകം കൂടി നോക്കാം. 2ാമത്തെ ശ്ലോകം, വിഭൂതിയോഗത്തിലെ 2ാമത്തെ ശ്ലോകം. നമേ വിദുസുരഗണാഃ പ്രഭവം ന മഹർഷയഃ അഹമാദിർഹി ദേവാനാം മഹർഷീണാം ച സർവശഃ. സുരഗണാഃ, സുരഗണങ്ങൾ അഥവാ ദേവന്മാർ, മേ, എൻ്റെ, പ്രഭവം, ഉത്ഭവം, ന വിദുഹു, അറിയുന്നില്ല, അതിനെ മനസ്സിലാക്കുന്നില്ല, മഹർഷയഃ, മഹാഋഷികളും, ന, അറിയുന്നില്ല, ഹി, എന്തുകൊണ്ടെന്നാൽ, സർവശഃ, സർവശഃ, എല്ലാവിധത്തിലും, ദേവാനാം, ദേവന്മാരുടെയും, മഹർഷീണാം ച, മഹർഷിമാരുടെയും, ആദിഹി, ഉത്ഭവസ്ഥാനം,
അഹം ഞാൻ തന്നെയാകുന്നു. ദേവന്മാർ എൻ്റെ ഉത്ഭവത്തെ അറിയുന്നില്ല, മഹർഷികളും എൻ്റെ ഉത്ഭവത്തെ അറിയുന്നില്ല. അതായത് ഞാൻ എങ്ങനെ ഉണ്ടായി എന്ന്, ഈശ്വരൻ എങ്ങനെ ഉണ്ടായി എന്ന് ഇവർക്കാർക്കും അറിവില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാവിധത്തിലും സകല ദേവന്മാരുടെയും മഹർഷിമാരുടെയും ഉത്ഭവസ്ഥാനം ഞാനാകുന്നു. അവരെല്ലാം ഉത്ഭവിച്ചത് എന്നിൽ നിന്നാകുന്നു. എൻ്റെ ഉത്ഭവം എവിടെയെന്ന് അവർക്കാർക്കും അറിയില്ല. ഭഗവാന്റെ ഉത്ഭവം ആർക്കും അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞാൽ ഭഗവാൻ ഉത്ഭവമില്ല എന്ന് തന്നെ അർത്ഥം. ഭഗവാൻ അനാദിയും അനന്തനുമാണ്. എക്കാലവും ഉണ്ടായിരുന്നു, ഇപ്പോഴും ഉണ്ട്, ഇനി എന്നത്തേക്കും ഉണ്ടായിരിക്കുകയും ചെയ്യും. ഇല്ലാതിരിക്കുന്ന വസ്തുവിനെ പുതുതായി ഉത്ഭവിക്കാൻ അഥവാ ഉണ്ടാകുവാൻ കഴിയൂ. ഈശ്വരൻ അന്നും ഇന്നും എന്നും മാറ്റമില്ലാതെ നിലനിൽക്കുന്ന ചൈതന്യമാണ്, ഊർജമാണ്. അതിന് ആർക്കും അതിനെ ഉണ്ടാക്കുവാനോ നശിപ്പിക്കുവാനോ കഴിയില്ല. അതുകൊണ്ടതിന് ആദിയുമില്ല അന്തവുമില്ല. ദേവന്മാരും അസുരന്മാരും മനുഷ്യരും സകല പ്രപഞ്ചവും ഭഗവാനിൽ നിന്നുദ്ഭവിച്ചതാണ്. അതുകൊണ്ട് അദ്ദേഹം എവിടെ നിന്നുദ്ഭവിച്ചു എന്നുള്ളതിന് ആർക്കും ഒരു ഉത്തരവുമില്ല. അത് ഭഗവാന് മാത്രമേ അറിയാവുള്ളൂ. ഭഗവാൻ ആദിയുമില്ല അന്തവുമില്ല, തുടക്കവുമില്ല ഒടുക്കവുമില്ല. അത് അനന്തമാണ്. ഉത്ഭവവുമില്ല നാശവുമില്ല. സകല കാരണങ്ങൾക്കും കാരണഭൂതനാണ് ഭഗവാൻ. ദേവന്മാർക്കോ ഋഷീശ്വരന്മാർക്കോ പോലും ഭഗവാന്റെ മഹിമകളെപ്പറ്റി അഥവാ തത്വങ്ങളെപ്പറ്റി വ്യക്തമായി അറിഞ്ഞുകൂടാ. അപ്പോൾ കേവല മനുഷ്യരായ പണ്ഡിതന്മാരെന്ന് അഭിമാനിക്കുന്നവർക്ക് എന്തറിയാനാണ്? ഈ പ്രപഞ്ചഗോളങ്ങളെയും അതിലെ സകല ചരാചരങ്ങളെയും സൃഷ്ടിച്ച് ഈ ലീലകളാടുന്നത് എന്തിനാണ് എന്ന പരമാത്മാവിന് മാത്രമേ അറിയുള്ളൂ. പാണ്ഡിത്യം കൊണ്ടല്ല, സർവവും ഭഗവാന് സമർപ്പിച്ച ഭക്തന് മാത്രമേ അവിടുത്തെ കൃപ അറിയുവാൻ കഴിയുകയുള്ളൂ. ഭഗവാനെ അറിയണമെങ്കിൽ ഭഗവാനിൽ ലയിച്ചു ചേർന്ന് ഭഗവാൻ തന്നെയായിത്തീരണം. അപ്പോൾ ആ ഭഗവാന്റെ മഹിമകളെപ്പറ്റി ആണ് ഈ അധ്യായത്തിൽ ഭഗവാൻ വിവരിക്കുന്നത്. അടുത്ത ശ്ലോകം നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഓം നമോ ഭഗവതേ വാസുദേവായ.